ഹായ് ഓൾ വെൽക്കം ടു എക്സാം വൈ ലേണിംഗ്. മക്കളെ, നമ്മൾ SLC എക്സാം ഓൾറെഡി സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞു. എല്ലാവരും എക്സാമിന് നല്ല ചൂടിലാണെന്ന് അറിയാം. നമ്മൾ പഠിച്ചിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാൻ, എസ്പെഷ്യലി ചില സബ്ജക്റ്റുകളിൽ, ചില ചാപ്റ്ററുകളിൽ ഓരോ പോയിന്റുകളും നമ്മൾ പഠിച്ചോ എന്ന് ചെക്ക് ചെയ്യാൻ സ്വാഭാവികമായിട്ടും ചില ചെക്ക് പോയിന്റുകൾ നമ്മൾ വെച്ചിട്ടുണ്ടാകും. ചില ടോപ്പിക്കുകൾ നമ്മൾ കണ്ടുവച്ചിട്ടുണ്ടാകും. കെമിസ്ട്രിയിലെ മുഴുവൻ ചാപ്റ്റേഴ്സിലെയും ഓരോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പോയിന്റുകൾ നമ്മൾ പഠിച്ചോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യാനാണ് ഈ ഒരു വീഡിയോ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ ഓരോ ചാപ്റ്ററും ഓരോ ടൈപ്പാണ്. ചിലത് ബൈഹാർട്ട് ചെയ്യേണ്ടതുണ്ടാകും, ചിലത് മനസ്സിലാക്കി പഠിക്കേണ്ടതുണ്ടാകും, ചിലത് രണ്ടിൻ്റെയും ഇൻ ബിറ്റ്വീൻ ആയിട്ടുള്ളതുണ്ടാകും. ഓരോ ചാപ്റ്ററിനെയും നമ്മളൊരു 2-3 മിനിറ്റ് കൊണ്ട് എന്ത് ചെയ്യാണ്, ഒരു ക്വിക്ക് റിവിഷൻ നടത്താൻ വേണ്ടി പോവാണ്. ഇതിൽ വരുന്ന ഓരോ ടോപ്പിക്കുകളും നമ്മൾ പഠിച്ചു എന്ന് എന്ത് ചെയ്യണം, ഉറപ്പ് വരുത്തേണ്ടതുണ്ട്. മോഡൽ എക്സാം കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് അറിയുന്നുണ്ടാകും, അത്ര ഈസി ആയിട്ടല്ല കെമിസ്ട്രിയിലെ ക്വസ്റ്റ്യൻ പേപ്പറുകൾ വന്നിട്ടുള്ളത്. തീർച്ചയായിട്ടും ഇത്തരത്തിലുള്ള ചില കാര്യങ്ങൾ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഏതെങ്കിലും പോയിന്റുകൾ ഇനിയും പഠിക്കാൻ ബാക്കിയുണ്ടോ, പകുതി വെച്ചിട്ടുണ്ടോ എന്നൊക്കെ നമുക്കൊരു ഐഡിയ കിട്ടും. ആ ഭാഗത്ത് കുറച്ചും കൂടി കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് എക്സാമിന് കുറച്ചും കൂടി നന്നായിട്ട് നമുക്ക് പഠിക്കാൻ പറ്റും. അപ്പോൾ അതാ നമ്മൾ ഓരോ ചാപ്റ്റേഴ്സും എടുക്കാൻ വേണ്ടി പോവുകയാണ്. ഈ പറയുന്ന ഓരോ പോയിന്റുകൾ പറയുമ്പോഴും നിങ്ങൾ ഇത് ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നോ, ഇവിടുന്ന് എന്ത് ക്വസ്റ്റ്യൻ ആണ് വരിക, ഇതിലെ MCQ ക്വസ്റ്റ്യൻ വന്നാൽ എന്തായിരിക്കും വരുന്നുണ്ടാവുക തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുക, ഓരോന്നും ആലോചിച്ച് നോക്കുക. 2 മാർക്കും 3 മാർക്കും 4 മാർക്കൊക്കെയുള്ള ഓരോ ചോദ്യങ്ങൾ നമുക്ക് ഈ ഭാഗത്തു നിന്ന് പ്രതീക്ഷിക്കാവുന്നതാണ്. അപ്പോൾ നോക്കാം, നമുക്ക് ഒന്നാമത്തെ ചാപ്റ്റർ നമ്മുടെ നോമൻക്ലേച്ചർ ഓഫ് ഓർഗാനിക് കോമ്പൗണ്ട്സ് ആൻഡ് ഐസോമെറിസം എന്ന് പറയുന്ന ഈ ചാപ്റ്ററിൽ നമുക്ക് എല്ലാ സംയുക്തങ്ങളെയും കോമ്പൗണ്ടുകളുടെയും നെയിമിംഗ് നടത്താൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. 1 ബ്രാഞ്ച് ഉള്ളത്, അതേപോലെ മോർ ദാൻ 1 ബ്രാഞ്ച്, അതേപോലെ തന്നെ ആൽക്കീനിൻ്റെയും ആൽക്കൈനിൻ്റെയും അല്ലെ, പ്രൊപ്പീൻ അല്ലെങ്കിൽ ബ്യൂട്ടിറ്റൂഈൻ, അതല്ലെങ്കിൽ 2,3 ഡൈമിഥൈൽ ബ്യൂട്ടെയിൻ, ഇതൊക്കെയുള്ള രൂപത്തിലുള്ള ഡിഫറൻ്റ് ആയിട്ട് അത് സ്ട്രക്ചർ തന്നിട്ട് നെയിം ചെയ്യാനും നെയിം തന്നിട്ട് സ്ട്രക്ചർ വരയ്ക്കാനും നമുക്ക് അറിയേണ്ടതുണ്ട്. രണ്ടാമത് ഫങ്ഷണൽ ഗ്രൂപ്പുകളാണ്. നമുക്ക് 6 ഫങ്ഷണൽ ഗ്രൂപ്പുകൾ ഉണ്ട്. ആൽക്കഹോൾസ്, കാർബോക്സിലിക് ആസിഡ്, ആൽഡിഹൈഡ് ആൻഡ് കീറ്റോണ്, അതേപോലെ തന്നെ നമ്മളെ ബ്രോമോ അല്ലെങ്കിൽ അയഡോ, ഫ്ലൂറോ ഒക്കെ വരുന്ന ഹാലോ ഗ്രൂപ്പുകൾ, അതേപോലെ തന്നെ ഈഥർ ആയിട്ടുള്ള ആൽക്കോക്സി ഗ്രൂപ്പ്. ഫങ്ഷണൽ ഗ്രൂപ്പുകളുടെ പേരാണിത്. ആ കോമ്പൗണ്ടുകളെ നമ്മൾ വിളിക്കുന്ന പേരുകളും അവിടെ നെയിമിങ്ങും എങ്ങനെയാണെന്ന് അറിയേണ്ടതുണ്ട്. അതിൽ പ്രത്യേകിച്ച് ആൽക്കഹോളും ഈഥറും ഇത് ഒരുപാട് എക്സാമുകൾക്ക് സ്ഥിരമായിട്ട് വരുന്നതാണ്. ഈഥറിൽ ഈ പറഞ്ഞ രൂപത്തിൽ ആൽക്കോക്സി ആൽക്കെയിൻ, അത് മീതോക്സി ഈഥെയിൻ ആണോ ഈതോക്സി മീഥെയിൻ ആണോ എന്നൊക്കെ നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവാൻ പാടില്ല. ഈതോക്സി ഈഥെയിനേ ഉണ്ടാവുള്ളൂ, ഒരിക്കലും ഈതോക്സി മീഥെയിൻ ഉണ്ടാവില്ല. ഈ രൂപത്തിൽ നമ്മളെ കൺഫ്യൂഷൻ ആക്കുന്ന ചില സ്ട്രക്ചറുകൾ അവിടെ വരാൻ സാധ്യതയുണ്ട്. അത് കറക്റ്റായിട്ട് നമുക്ക് അറിയുമെന്ന് ഉറപ്പുവരുത്തുക. അരോമാറ്റിക് കോമ്പൗണ്ടുകൾക്ക് എസ്പെഷ്യലി ബെൻസീൻ എന്നുള്ളത് സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. ബെൻസീൻ്റെ സ്ട്രക്ചറും അതേപോലെ തന്നെ കെമിക്കൽ ഫോർമുലയും ഒക്കെ അറിയേണ്ടതുണ്ട്. ഐസോമെറിസം 100% ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. നമ്മുടെ ഐസോമെറിസവുമായി ബന്ധപ്പെട്ടിട്ടുള്ളത് 4 ടൈപ്പ് ഐസോമെറിസവും അറിയണം. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ നമ്മൾ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുള്ളത് ഫങ്ഷണൽ ഐസോമെറിസം ആണ്. ആൽഡിഹൈഡ് കീറ്റോൺ ആയാലും ഈഥർ ആൽക്കഹോൾ ആയാലും അല്ലെങ്കിൽ വൈസ് വേഴ്സ, നമുക്ക് ഈ പറഞ്ഞ ഫങ്ഷണൽ ഗ്രൂപ്പ് തന്നെ മാറുന്നുവെങ്കിൽ ആ ഫങ്ഷണൽ ഐസോമെറിസം പ്രത്യേകം ചെയ്യേണ്ടതുണ്ട്, നോക്കി വെക്കേണ്ടതുണ്ട്. ബാക്കിയുള്ള ഐസോമെറിസങ്ങളും ഇമ്പോർട്ടൻ്റ് ആണ്. ഹൈഡ്രോ കാർബൺസ് മാത്രം ഒരു ഫങ്ഷണൽ ഗ്രൂപ്പും ഇല്ലെങ്കിൽ അത് ഐസോമെറിസം ചെയിൻ ഐസോമെറിസം ആയിരിക്കും ഉണ്ടാവുക. അതേപോലെ തന്നെ ആൽക്കീൻ എന്താകുന്നു, അതിൻ്റെ പൊസിഷൻ മാറുന്നു. അതും എന്താണ്, നമ്മുടെ ഈ ഐസോമെറിസത്തിൽ പ്രത്യേകം നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ബ്യൂട്ടീൻ, ബ്യൂട്ടിറ്റൂഈൻ, അത് ഏത് ടൈപ്പ് ഐസോമെറിസം ആണ് എന്നൊക്കെ കറക്റ്റായിട്ട് ഈ വരുന്ന എക്സാമുകളിലൊക്കെ പല തവണയായിട്ട് ചോദിച്ച് കാണുന്നുണ്ട്, അറിയേണ്ടതുണ്ട്. ഇതാണ് ഈ പോയിന്റുകളൊക്കെ നമ്മൾ പഠിച്ചു എന്ന് എന്ത് ചെയ്യണം, ഫസ്റ്റ് ചാപ്റ്ററിൽ ഉറപ്പുവരുത്തണം. ഒന്നാമത്തെയും രണ്ടാമത്തെയും ചാപ്റ്ററുകൾ നല്ല കണക്റ്റഡ് ആണെന്ന് നമുക്കറിയാം. അതുകൊണ്ട് തന്നെ അതിലെ റിയാക്ഷൻസ് എന്ന് പറയുന്ന രണ്ടാമത്തെ ചാപ്റ്ററിൽ ഈ പറഞ്ഞ 5 റിയാക്ഷനുകൾ പഠിക്കണം. എസ്പെഷ്യലി അഡീഷൻ റിയാക്ഷനും സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനും സ്ഥിരമായിട്ട് വരാറുണ്ട്. ഓക്കെ, പോളിമറൈസേഷൻ നമുക്കറിയാം, അഡീഷണൽ പോളിമറും കണ്ടൻസേഷൻ പോളിമറും അതിൻ്റെ എക്സാമ്പിളുകൾ മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, പഠിച്ചു വെക്കേണ്ടതുണ്ട്. അതേപോലെ തെർമൽ ക്രാക്കിംഗ് ആൻഡ് കമ്പഷനും അതും നമ്മൾ ഒന്ന് ശ്രദ്ധിക്കണം. അപ്പോൾ ഒരു റിയാക്ഷൻ കണ്ടാൽ അത് ഏത് ടൈപ്പ് റിയാക്ഷൻ ആണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. ഒരു ആൽക്കൈന് വന്നു, ട്രിപ്പിൾ ബോണ്ട് വന്നാൽ അത് അഡീഷൻ മാത്രമാണ്. ഓക്കെ, അതേപോലെ തന്നെ നമുക്കറിയാം ഈ പറഞ്ഞ പോളിമർ, മോണോമറും പോളിമർ ആകുന്ന ആ പോളിമറൈസേഷൻ കണ്ടാലൊക്കെ നമുക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയേണ്ടതുണ്ട്. ഇനി ഇമ്പോർട്ടൻറ്റ് ഓർഗാനിക് കോമ്പൗണ്ട്സുകളായിട്ടുള്ള മെത്തനോൾ, എത്തനോൾ, എത്തനോയിക് ആസിഡ്, ഈ 3ഉം അതിൻ്റെ പ്രിപ്പറേഷനും യൂസസും എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നമ്മൾ നോക്കേണ്ടതുണ്ട്. എസ്പെഷ്യലി എത്തനോൾ, അതിൽ തന്നെ അതിൻ്റെ ഡിഫറെൻറ്റ് നെയിംസുകൾ അല്ലേ, വാഷ്, അതേപോലെ ആബ്സല്യൂട്ട് ആൽക്കഹോൾ, റെക്ടിഫൈഡ് സ്പിരിറ്റ് പോലെയുള്ള ഡീനാച്ചുറഡ് സ്പിരിറ്റ് പോലെയുള്ള
ആ ടേമുകൾ എന്ത് ചെയ്യണം, നമ്മൾ മസ്റ്റായിട്ട് ഒന്ന് ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവസാനത്തെ എക്സാമുകളിൽ ഏറ്റവും കൂടുതൽ വന്ന ഒരാളാണ് എസ്റ്ററും എസ്റ്ററിഫിക്കേഷനും. ഈ കഴിഞ്ഞ മോഡൽ എക്സാമിന് വരെ അത് വന്നിട്ടുണ്ട്. അപ്പം ആൽക്കഹോളും കാർബോക്സിലിക് ആസിഡും കൂടി കമ്പൈൻ ചെയ്തുകൊണ്ട് എസ്റ്റർ ഉണ്ടാകുന്ന പ്രോസസ്സ്, ഏത് ആൽക്കഹോളാണ് ഏത് കാർബോക്സിലിക് ആസിഡ് എടുത്താലാണ് ഏത് എസ്റ്റർ ഉണ്ടാവുക, അതിൻ്റെ സ്മെൽ എന്താണ്, എസ്പെഷ്യലി ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിട്ടുള്ള 2-3 എസ്റ്ററുകൾ മസ്റ്റായിട്ട് നോക്കണം. അതിന് പുറത്തും ചോദിക്കാനുള്ള സാധ്യത വളരെ കുറവാണ്. പക്ഷേ അതിൽ കൊടുത്തിരിക്കുന്ന എസ്റ്ററുകൾ, പൈനാപ്പിളിൻ്റെ സ്മെല്ല്, അതേപോലെ ജാസ്മിൻ്റെ സ്മെല്ല്, അങ്ങനെ ചില ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്മെല്ലുകൾ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ കൊടുത്തിട്ടുണ്ടല്ലോ, അത് നമുക്ക് കറക്റ്റായിട്ട് എന്ത് ചെയ്യേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ദെൻ മെഡിസിനുകളെ കുറിച്ച് അത് ഒരുപക്ഷെ ഒരു എന്താ പറയുക, മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻസ് ആയിട്ട് അനാൾജസിക്, ആൻറ്റിപൈററ്റിക്, ആൻറ്റിസെപ്റ്റിക്, ആൻറ്റിബയോട്ടിക്സ്, ആൻറ്റാസിഡ്, ഇങ്ങനെയുള്ള ആളുകളൊക്കെ അതിൻ്റെ എക്സാമ്പിളുകൾ അടക്കം നമുക്ക് ചെറിയൊരു ഐഡിയ നിർബന്ധമായിട്ട് കിട്ടുന്നത്. ഈ 2 ചാപ്റ്ററും കണക്റ്റഡ് ആണ്. ഒരുപക്ഷെ രണ്ടും കൂടി മിക്സ് ചെയ്തുകൊണ്ടുള്ള ചോദ്യങ്ങൾക്കുള്ള സാധ്യതയും കൂടുതലാണ്. ഇനി നമ്മുടെ എക്സാമിന് 3rd ചാപ്റ്റർ ആയിട്ടുള്ള പീരിയോഡിക് ടേബിൾ ആൻഡ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതിലെ ഇപ്രാവശ്യങ്ങളായിട്ട് സ്ഥിരമായിട്ട് പുതിയതായി ടെക്സ്റ്റ് ബുക്കിൽ ആഡ് ചെയ്ത നമ്മളെ ക്വാണ്ടം നമ്പേഴ്സ്, പ്രിൻസിപ്പൽ, അസിമുത്തൽ, മാഗ്നറ്റിക് ക്വാണ്ടം നമ്പർ, അതിൻ്റെ വാല്യൂസ് എങ്ങനെയാണ് വരിക, എത്ര സബ്ഷെല്ലുകൾ ഉണ്ടാകും തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം, കറക്റ്റായിട്ട് അറിയേണ്ടതുണ്ട്. അവസാനത്തെ എക്സാമിൽ വരെ, നമ്മളെ മോഡൽ എക്സാമിന് വരെ ആ ചോദ്യങ്ങൾ റിപ്പീറ്റ് ചെയ്ത് ചോദിച്ചിട്ടുമുണ്ട്. സബ്ഷെൽ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, അതേപോലെ തന്നെ അതിൽ തന്നെ കോപ്പറിൻ്റെയും ക്രോമിയത്തിൻ്റെയും പ്രത്യേകമായിട്ടുള്ള ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ അല്ലേ, 3D5 4s1, 3D10 4s1, ആ ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ പ്രത്യേകം നേരിട്ട് നോക്കണം. അവിടെ കോപ്പർ ക്രോമിയം എന്ന് പ്രത്യേകം തന്നോളണമെന്നില്ല, പക്ഷെ ചിലപ്പോൾ ABC എന്നൊക്കെ ആയിരിക്കും പേര് തന്നിട്ടുണ്ടാവുക. 24 29 ആണോ അവിടെ നമുക്ക് കറക്റ്റായിട്ട് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ, ഏതൊരാളുടേതും ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ എഴുതാൻ നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. പിന്നെ ഒരു ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ കിട്ടിക്കഴിഞ്ഞാൽ അതിലെ ബ്ലോക്ക്, പീരിയഡ്, ഗ്രൂപ്പ് അല്ലേ, അത് നമുക്ക് കറക്റ്റായിട്ട് അറിയണം അല്ലേ. PUBG എന്ന് വേണമെങ്കിൽ എന്ത് ചെയ്യാം, നമുക്കതിനെ ഷോർട്ടായിട്ട് വിളിക്കാം. ഫസ്റ്റ് കാണുന്നത് പീരിയഡ് ആയിരിക്കും, ദെൻ രണ്ടാമത് ബ്ലോക്ക് ആയിരിക്കും, G അല്ലേ, ഇലക്ട്രോണിൻ്റെ എണ്ണം അനുസരിച്ച് നമുക്ക് ഗ്രൂപ്പ് കാണാൻ, അത് S ബ്ലോക്കും P ബ്ലോക്കും D ബ്ലോക്കും നമുക്ക് കറക്റ്റ് അറിയേണ്ടതുണ്ട്. ദെൻ ഓരോ ബ്ലോക്കിൻ്റെയും പ്രത്യേകത, എസ്പെഷ്യലി അതിൽ D ബ്ലോക്ക് അല്ലേ, ഡിഫറെൻറ്റ് ഓക്സിഡേഷൻ സ്റ്റേറ്റ് കാണിക്കുന്നു, കളേർഡ് കോമ്പൗണ്ട്സ് ആണ്, അതേപോലെ തന്നെ ആ രൂപത്തിലുള്ള ഗ്രൂപ്പിലും പീരീഡിലുമുള്ള സെയിം പ്രോപ്പർട്ടീസ്, ഇതൊക്കെ മസ്റ്റായിട്ട് അറിയണം. F ബ്ലോക്കും ചോദിക്കാനുള്ള നല്ല സാധ്യതയുണ്ട്. അപ്പോൾ ഒരു ബ്ലോക്ക് കിട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ പ്രോപ്പർട്ടീസ് എഴുതാൻ നമുക്ക് അറിയേണ്ടതുണ്ട്. അതേപോലെയുള്ള കുട്ടികൾ ഏറ്റവും കൂടുതൽ കൺഫ്യൂഷൻ ആക്കാൻ സാധ്യതയുള്ള, എന്നാലോ നല്ല ടഫ് മുതൽ ഈസി ക്വസ്റ്റ്യൻസ് വരെ മനസ്സിലാക്കി മാത്രം പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ് ഗ്യാസ് ലോസ് ആൻഡ് മോൾ കൺസെപ്റ്റ്. അതിലെ ആദ്യത്തെ 3 ലോസ്, ഫസ്റ്റ് നമ്മൾ അതിൽ കൈനറ്റിക് മോളിക്കുലർ തിയറി ജസ്റ്റ് ടെക്സ്റ്റ് ബുക്കിൽ പറയുന്നുണ്ട്, അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല, പക്ഷെ നോക്കി വെക്കുന്നത് നല്ലതായിരിക്കും. ദെൻ വോള്യം എന്താണ്, പ്രഷർ എന്താണ്, ടെമ്പറേച്ചർ എന്താണ് എന്നൊക്കെ ഉള്ളതിൻ്റെ ആ ഡെഫിനിഷൻ, അതിൻ്റെ വാല്യൂസ് അല്ലെങ്കിൽ യൂണിറ്റുകളൊക്കെ എന്ത് ചെയ്യണം, ഒരു ഏകദേശം ഐഡിയ ഉണ്ടാവണം. ദെൻ നമുക്കറിയാം ബോയിൽസ് ലോ അല്ലേ, അതേപോലെ ചാൾസ് ലോ, അവോഗാഡ്രോസ് ലോ, 3ഉം വോള്യത്തെക്കുറിച്ചാണ്. വോള്യം പ്രഷറുമായിട്ടുള്ളത്, വോള്യം ടെമ്പറേച്ചറുമായിട്ടുള്ളത്, വോള്യം നമ്പർ ഓഫ് പാർട്ടിക്കിളുമായിട്ടുള്ളത്. ആ ഇക്വേഷനുകൾ നമുക്കറിയണം, അതിൻ്റെ എക്സാമ്പിളുകളും അറിയണം, കാരണം എക്സാമ്പിൾ വെച്ചിട്ടായിരിക്കും ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ടാവുക. ദെൻ നമുക്കറിയാം കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ ഉണ്ട്, P1V1/T1 = P2V2/T2, ആ ഇക്വേഷൻ അറിയണം. അതേപോലെ തന്നെ PV = nRT എന്നുള്ള ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ, അത് അത്രയധികം എക്സാമിന് ചോദിച്ച് കണ്ടിട്ടില്ല, ചോദിക്കാനുള്ള സാധ്യത ഇല്ലായികയില്ല. ഇനി മോൾ കൺസെപ്റ്റ് ആണ്, അതിൽ നമുക്ക് മസ്റ്റായിട്ട് അറിയേണ്ടത് 1 മോളിൻ്റെ ഈ ഒരു ഡെഫിനിഷനാണ്. ഇത് മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, അറിയേണ്ടതുണ്ട്. അത് ആറ്റത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും അതേപോലെ മോളിക്യൂളിൻ്റെ കാര്യത്തിലും മിക്കവാറും നിങ്ങൾക്ക് മോളിക്യൂൾ ആയിരിക്കും ചോദിക്കുന്നുണ്ടാവുക, നമുക്ക് കറക്റ്റായിട്ട് അറിയണം. അതിൻ്റെ മാസ് എന്ന് പറയുന്നത് GMM ആണ്. അപ്പോൾ എന്താണ് GAM, എന്താണ് GMM എന്നറിയണം. അതിൻ്റെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ അവോഗാഡ്രോ നമ്പറിനെ ബേസ് ചെയ്തിട്ടാണ്. അപ്പോൾ എന്താണ് അവോഗാഡ്രോ നമ്പർ എന്നറിയണം. അതിൻ്റെ വോള്യം STPയിലാണ്, എന്താണ് STP എന്നറിയണം. ഓക്കെ, അതൊക്കെ കറക്റ്റായിട്ട് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലും അതേപോലെ തന്നെ നമ്മുടെ എക്സാം വൈ ലേണിങ്ങിൻ്റെ ഈ ചാനലൊക്കെ പല തവണകളിലായിട്ട് നമ്മൾ പറഞ്ഞു പോയിട്ടുണ്ടാകും. ഓക്കെ, അപ്പോൾ അതൊക്കെ മസ്റ്റായിട്ട് പഠിക്കേണ്ടതുണ്ട്. ദെൻ മോള് കാണാനുള്ള 3 ഇക്വേഷനുകൾ അത് കറക്റ്റ് അറിയണം അല്ലേ. മാസ് തന്നിട്ട് മോള് കാണാൻ മോളാർ മാസ് അല്ലെങ്കിൽ GAM GMM കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. നമ്പർ ഓഫ് പാർട്ടിക്കിൾ തന്നിട്ട് അതിനെ അവോഗാഡ്രോ കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമ്പർ ഓഫ് മോള് കിട്ടും. ഗിവൺ വോള്യം തന്നിട്ട് അതിനെ 22.4 കൊണ്ട് ഡിവൈഡ് ചെയ്താലും നമ്പർ ഓഫ് മോള് കിട്ടും. അപ്പോൾ ഒരു പക്ഷേ ഈ പറഞ്ഞ മാസ്സായിരിക്കും തന്നിട്ടുണ്ടാവുക, അത് വെച്ച് മോള് കാണണം, അത് വെച്ച് ചിലപ്പോൾ വോള്യം കാണാനുള്ള ചോദ്യം ഉണ്ടാകും, അത് കറക്റ്റായിട്ടാണ്. ചിലപ്പോൾ ക്വസ്റ്റ്യൻ ഈ പറഞ്ഞ നമ്പർ ഓഫ് ആറ്റംസ് ചോദിക്കും, ടോട്ടൽ നമ്പർ ഓഫ് ആറ്റംസ്. അതാണെങ്കിൽ നമുക്കറിയാം അറ്റോമിസിറ്റി, ഒരു മോളിക്യൂളിൽ എത്ര ആറ്റം ഉണ്ട് അതാണ് അറ്റോമിസിറ്റി. NH3 എന്ന് പറയുമ്പോൾ 1 നൈട്രജൻ ആൻഡ് 3 ഹൈഡ്രജൻ, ടോട്ടൽ 4 ആറ്റം ഉണ്ട്. 4 ഈസ് ദ അറ്റോമിസിറ്റി ഓഫ് അമോണിയ NH3.
അങ്ങനെയുള്ള അറ്റോമിസിറ്റി കൊണ്ട് മൾട്ടിപ്പിൾ ചെയ്താൽ മതി ആ ഒരു ഇക്വേഷൻ അറിയാം. ചുരുക്കി പറഞ്ഞാൽ ഈ 4 ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ ആ ചാപ്റ്ററിലെ നമുക്ക് കൺഫ്യൂഷൻ ആവാൻ സാധ്യതയുള്ള എല്ലാ കാര്യങ്ങളും അറിയണം. അതേപോലെ അവസാനത്തെ നമ്മുടെ മോഡൽ എക്സാമിന് വന്നൊരു സംഗതിയാണ് ഈ മോൾ കൺസെപ്റ്റിന്റെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ആപ്ലിക്കേഷൻ അല്ലെ. ഇത്ര നമ്പർ ഓഫ് പാർട്ടിക്കിൾസ് ബാലൻസ്ഡ് കെമിക്കൽ ഇക്വേഷൻ തരും. അത് വെച്ചുകൊണ്ട് നമുക്ക് അതിൽ എത്ര, ഇപ്പൊ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ കാർബൺ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡ് അല്ലെങ്കിൽ ബേണിംഗ് ഓഫ് മീഥെയിൻ അല്ലെ CH4 ഓക്സിജനുമായി കമ്പൈൻ ചെയ്ത് കാർബൺ ഡൈ ഓക്സൈഡും അതേപോലെ വാട്ടറും ഉണ്ടായി എങ്കിൽ അവിടെ എത്ര ഗ്രാം ഓക്സിജൻ യൂസ് ചെയ്യുന്നുണ്ട്, എത്ര ഗ്രാം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുന്നുണ്ട്, അങ്ങനെ ആപ്ലിക്കേഷൻ ലെവലിലുള്ള മോൾ കൺസെപ്റ്റും സ്ഥിരമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ എക്സാമിൽ ഇപ്പോൾ വന്നിട്ടുണ്ട്. അതും മസ്റ്റായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ഈ പാഠത്തിൽ പഠിക്കണം. അപ്പം മനസ്സിലാക്കി പഠിക്കേണ്ട ഒരു ചാപ്റ്ററാണ്. ഒന്നും അറിയാത്തൊരു കുട്ടിയാണെങ്കിൽ ഈ ചാപ്റ്ററിലെ മോൾ കൺസെപ്റ്റ് എന്നുള്ളത് പഠിച്ച് കൺഫ്യൂഷൻ ആയിക്കാണ്ട് ഒന്നും നടക്കലുണ്ടാവില്ല. ആ ഭാഗം സ്കിപ്പ് ചെയ്യേണ്ട അവസ്ഥയായിരിക്കും ചിലപ്പോൾ ഉണ്ടാവുക. പക്ഷേ നമുക്ക് A+ ആണ് ലക്ഷ്യമെങ്കിൽ മോൾ കൺസെപ്റ്റ് മസ്റ്റ് എന്തായാലും ഉറപ്പായിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണ്. പഠിച്ചു പോയേ പറ്റുള്ളൂ. അറിയില്ലെങ്കിൽ എന്ത് ചെയ്യുക, നമ്മളെ ടീച്ചേഴ്സിനോടും നല്ല പഠിക്കുന്ന കുട്ടികളോടൊക്കെ ഒന്ന് ചോദിച്ചിട്ട് സിമ്പിളായിട്ട് കാര്യം മനസ്സിലാക്കിയാൽ പെട്ടെന്ന് ആൻസർ കിട്ടുന്ന ചാപ്റ്ററാണ് ഇത്. ഇനി നമ്മളെ സെക്കൻഡ് പാർട്ടിലുള്ള നമുക്ക് ഈ പറഞ്ഞ ഏതൊരു ചോദ്യം വന്നാലും അത് ഏത് ചാപ്റ്റർ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയണം മക്കളെ. അത് ഇന്ന ചാപ്റ്ററാണ്, 3rd ചാപ്റ്ററാണ്, 4th ചാപ്റ്റർ, ആ ചാപ്റ്ററിന്റെ പേരും അതിലെ ടോപ്പിക്കുകളും ഒക്കെ ഈ പറഞ്ഞ രൂപത്തിൽ നമ്മുടെ മനസ്സിലേക്ക് വരണം. അപ്പോഴാണ് നമുക്ക് എന്ത് ചെയ്യുക ആൻസറുകൾ കുറച്ചും കൂടി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുക. ഇപ്പോൾ നോക്കിക്കേ, ഇലക്ട്രോ കെമിസ്ട്രി, ഇതിലെ എന്താണ് ഇലക്ട്രോ കെമിക്കൽ സെല്ല്, അതിൽ തന്നെ ഗാൽവാനിക് സെല്ല് നമുക്കറിയണം അല്ലേ. അതിൽ തന്നെ ഒരു ഗാൽവാനിക് സെല്ലിന്റെ പിക്ചർ വരയ്ക്കാൻ അറിയണം അല്ലേ. ഒരു മെറ്റൽ, അതേപോലെ തന്നെ അതിന്റെ സൊല്യൂഷൻ, അതേപോലെ സാൾട്ട് ബ്രിഡ്ജ്, വോൾട്ട് മീറ്റർ, ഇത് വെച്ചുകൊണ്ട് ആ പിക്ചർ വരയ്ക്കാൻ നമുക്കറിയണം. അതിലെ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആ ഇലക്ട്രോഡായിരുന്നു ആനോഡ്. ആർക്കാണ് റിഡക്ഷൻ നടന്നത്, അതായിരുന്നു കാഥോഡ്. അപ്പൊ അതിന്റെ ഇക്വേഷൻ എഴുതാൻ അറിയണം. ആ റിഡോക്സ് റിയാക്ഷന്റെ ഇക്വേഷൻ എഴുതാൻ അറിയണം. ഓക്കെ, എപ്പോഴും ഓക്സിഡേഷനിൽ ഇലക്ട്രോണിന്റെ നമ്പർ ആരോയുടെ കെമിക്കൽ ഇക്വേഷന്റെ റൈറ്റ് സൈഡിലായിരിക്കും വരുന്നുണ്ടാവുക. എന്നാൽ ഒരു റിഡക്ഷൻ റിയാക്ഷൻ ആണെങ്കിൽ ഇക്വേഷന്റെ ലെഫ്റ്റ് സൈഡിലായിരിക്കും നമ്പർ ഓഫ് ഇലക്ട്രോൺസ് ഉണ്ടാവുക. ഈ വക കാര്യങ്ങളൊക്കെ അറിയണം. അതേപോലെ തന്നെ റിയാക്ടിവിറ്റി സീരീസ് അല്ലെ, അതിന്റെ ഷോർട്ട് കട്ടുകളൊക്കെ നമ്മുടെ ചാനൽ തന്നെ പല വീഡിയോസ് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. പോസോ കാമ, അസി അനിഡിലെ, ഹൈക്കോ മെസ്സിഗോ, എല്ലാ മെറ്റൽസിന്റെയും ആദ്യത്തെ മലയാളത്തിലുള്ള അക്ഷരം പറഞ്ഞാൽ മതി. പോസോ കാമ പൊട്ടാഷ്യം, സോഡിയം, കാൽഷ്യം, മഗ്നീഷ്യം. അസി അനിഡിലെ അലുമിനിയം, സിങ്ക്, അയൺ, നിക്കൽ, ടിന്ന്, ലെഡ്. ഹൈക്കോ മെസ്സിഗോ ഹൈഡ്രജൻ, കോപ്പർ, മെർക്കുറി, സിൽവർ, ഗോൾഡ്. ഇതായിരുന്നു ആ റിയാക്ടിവിറ്റി സീരീസ്. അത് വെച്ചുകൊണ്ടുള്ള ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ അതിൻ്റെ സൊല്യൂഷനിൽ നിന്നും ഡിസ്പ്ലേസ് ചെയ്യുമ്പോൾ എന്താണ് സംഭവിക്കുക, എന്താണ് പ്രോഡക്റ്റ് ഉണ്ടാവുക, അവിടുത്തെ ഒബ്സർവേഷൻ എന്താണ്. ചിലപ്പോൾ ചോദിക്കും, ഈ പറഞ്ഞ മഗ്നീഷ്യം അല്ലെങ്കിൽ അയേൺ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്തു, സ്വാഭാവികമായിട്ടും ഡിസ്പ്ലേസ്മെന്റ് നടക്കും. ആ കോപ്പർ സൾഫേറ്റ് സൊല്യൂഷന്റെ ബ്ലൂ കളർ ഡിസപ്പിയർ ആകും. അപ്പോൾ അവിടെ ഒബ്സർവേഷൻ ചോദിക്കും, ടൈപ്പ് ഓഫ് റിയാക്ഷൻ ഏതാണെന്ന് ചോദിക്കും, എന്നിട്ട് ആ റിയാക്ഷൻ എഴുതാൻ വേണ്ടി പറയും. ഇങ്ങനെയൊക്കെയുള്ള ക്വസ്റ്റ്യൻസ് അവിടെ വരും. അവിടെ ഓക്സിഡൈസിങ് ഏജന്റ് ആരാണ്, റെഡ്യൂസിങ് ഏജന്റ് ആരാണ്, ഓക്സിഡേഷനെ ഹെൽപ്പ് ചെയ്ത ആളാണ് ഓക്സിഡൈസിങ് ഏജന്റ്, റിഡക്ഷനെ ഹെൽപ്പ് ചെയ്ത ആളാണ് റെഡ്യൂസിങ് ഏജന്റ്. ഇതൊക്കെ കറക്റ്റായിട്ട് നമുക്കറിയേണ്ടത്. ദെൻ ഇലക്ട്രോലൈറ്റിക് സെല്ല്, എന്തായാലും മനസ്സിലാക്കാൻ പറ്റാത്തവർ ബൈഹാർട്ട് ചെയ്തുമാണ് ഇലക്ട്രോലൈറ്റിക് സെല്ലിലെ ഈ പറഞ്ഞ കാര്യങ്ങൾ പഠിക്കേണ്ടത്. ഇലക്ട്രോലൈസിസ് എന്താണെന്ന് അറിയണം, ഇലക്ട്രോലൈറ്റ് എന്താണ്, ആ ടേമുകളൊക്കെ ഒരു ഐഡിയ ഉണ്ടാവണം. എസ്പെഷ്യലി ഇതിലേതെങ്കിലും ഒന്ന് ചോദിക്കുന്ന കാര്യത്തിൽ 200% ഉറപ്പാണ്. ഒന്നുകിൽ മോൾട്ടൺ സോഡിയം ക്ലോറൈഡ് ആയിരിക്കും, അതിലെ ആനോഡിലും കാഥോഡിലും എന്താണ് ഡെപ്പോസിറ്റ് ആയത്, ആ ഓക്സിഡേഷൻ റിഡക്ഷൻ ഇക്വേഷൻ അറിയണം. അതേസമയത്ത് തന്നെ അക്വസ് സൊല്യൂഷൻ ആകുമ്പോൾ, സോഡിയം ക്ലോറൈഡിന്റെ സൊല്യൂഷൻ ആകുമ്പോൾ ആനോഡിലും കാഥോഡിലും എന്താണ് പ്രൊഡ്യൂസ് ചെയ്തത്, ആ ഇക്വേഷൻസ് അറിയണം. ഒരുപക്ഷെ ഇത് രണ്ടും കൂടി വെച്ചുള്ള ഇക്വേഷൻസും സ്ഥിരമായിട്ട് ഇപ്പോൾ ചോദിച്ച് കാണുന്നുണ്ട്. അതറിയണം. ഇലക്ട്രോ പ്ലേറ്റിംഗ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റാണ് ഇലക്ട്രോ പ്ലേറ്റിംഗ്. അതിൽ ആനോഡ് ആര, കാഥോഡ് ആര, ഇലക്ട്രോ ലൈറ്റ് ആര, ആ പിക്ചർ വരയ്ക്കാൻ നമുക്ക് അറിയേണ്ടതുണ്ട്. ദെൻ ഇലക്ട്രോലൈസിസിന്റെ അപ്ലിക്കേഷൻസ്, 1-2 അപ്ലിക്കേഷൻസ്, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ്, പ്രൊഡക്ഷൻ ഓഫ് നോൺ മെറ്റൽസ്, അതേപോലെ NaOHന്റെ പ്രൊഡക്ഷൻ, ഇങ്ങനെയുള്ള ആ യൂസസ് എന്ത് ചെയ്യണം, അല്ലെങ്കിൽ അപ്ലിക്കേഷൻ നമുക്ക് മസ്റ്റായിട്ട് അറിയേണ്ടതുണ്ട്. ടെക്സ്റ്റ് ബുക്കിൽ പോയിന്റ് ആയിട്ട് കൊടുത്തിട്ടുണ്ട്, അറിയേണ്ടത്. ദെൻ സെല്ലിൽ പ്രൈമറി സെല്ലും സെക്കൻഡറി സെല്ലും പുതിയൊരു ടോപ്പിക്കായിട്ട് ആഡ് ചെയ്തതാണ്. ഒരു ഏകദേശം ഒരു ഐഡിയ നമുക്ക് ഉണ്ടാവണം, എന്താണ് അവർ തമ്മിലുള്ള ഡിഫറൻസ് എന്നുള്ള കാര്യങ്ങളും. അതേപോലെ ഫ്യൂവൽ സെല്ലും, എൻവയോൺമെന്റൽ കെമിസ്ട്രിയുമായി ബന്ധപ്പെട്ടൊക്കെ ഫ്യൂവൽ സെല്ല് ചോദിക്കാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പം ഇലക്ട്രോ കെമിസ്ട്രി അതാണ് ഞാൻ പറഞ്ഞത്. അവിടെ നമുക്ക് തിരിച്ചറിയണം ഇത് ഇലക്ട്രോ കെമിസ്ട്രിയിലെ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണെന്ന് ഐഡന്റിഫൈ ചെയ്യുന്നിടത്താണ് നിങ്ങളെ വിജയമുള്ളത്. ദെൻ നമ്മൾ മെറ്റൽസിലേക്ക് വന്നാൽ
കംപ്ലീറ്റ്ലി ബൈ ഹാർട്ട് ചെയ്യേണ്ട ഒരു ചാപ്റ്ററാണ് മെറ്റൽസ്. അതുകൊണ്ട് തന്നെ റിവിഷൻ നോട്ട് എന്നുള്ളത് ഇതിൽ ഇമ്പോർട്ടൻ്റ് ആണ്. നോക്കൂ നിങ്ങൾ, എന്താണ് മിനറൽസ്, എന്താണ് ഓർ, അവ തമ്മിലുള്ള ഡിഫറൻസ്, അതിൻ്റെ എക്സാമ്പിളുകൾ, അത് കറക്റ്റായിട്ട് പഠിച്ചു എന്ന് ഉറപ്പിക്കണം. ദെൻ മെറ്റലർജി അല്ലെ, എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റൽസിനെ വിളിച്ച ടേം ആയിരുന്നല്ലോ മെറ്റലർജി. അതിൻ്റെ ആ 3 സ്റ്റേജസ് ഏതൊക്കെയാണ്? കോൺസെൻട്രേഷൻ, എക്സ്ട്രാക്ഷൻ, അതേപോലെ റിഫൈനിങ്. കോൺസെൻട്രേഷനിലെ 4 മെത്തേഡുകൾ, ആ 4 മെത്തേഡും അതിൻ്റെ എക്സാമ്പിളുകളും ആ ഓറിൻ്റെ പേരും എന്തുകൊണ്ടാണ് അത് ചെയ്യുന്നത്. ഇപ്പം ലെവിഗേഷനിൽ ഓറിന് ഡെൻസിറ്റി കൂടുതലാണ്, ഇമ്പ്യൂരിറ്റിക്ക് ഡെൻസിറ്റി കുറവാണ്. അപ്പുറത്ത് ഫ്രോത്ത് ഫ്ലോട്ടേഷനിൽ ഇതിൻ്റെ നേരെ ഒപ്പോസിറ്റ് ആണ്. അവിടെ ഇമ്പ്യൂരിറ്റിക്ക് ഡെൻസിറ്റി കൂടുതലാണ്, ഓറിന് ഡെൻസിറ്റി കുറവാണ്. ഈ രൂപത്തിലുള്ള ഡിഫറൻസസ് കറക്റ്റായിട്ട് എന്ത് ചെയ്യണം, നമുക്കറിയണം. എക്സാമ്പിളും മസ്റ്റായിട്ട് അറിയണം. ദെൻ നമുക്കറിയാം, ഈ പറഞ്ഞ എക്സ്ട്രാക്ഷൻ ഓഫ് മെറ്റലിൽ 2 സബ് സ്റ്റേജുകൾ ഉണ്ടായിരുന്നു. ഒന്ന് ഓക്സൈഡ് ആക്കണം, അതിന് കാൽസിനേഷനോ റോസ്റ്റിങ്ങോ യൂസ് ചെയ്യാം. ദെൻ റിഡക്ഷൻ നടത്തണം, അതിന് ഏതെങ്കിലും ഒരു റെഡ്യൂസിങ് ഏജന്റ്, റിയാക്ടിവിറ്റി കൂടിയ മെറ്റലാണെങ്കിൽ ഇലക്ട്രിസിറ്റി തന്നെ യൂസ് ചെയ്യണം എന്നുള്ള ടേമൊക്കെ അവിടെയാണ് നമ്മൾ പഠിച്ചത്. ദെൻ റിഫൈനിങ്ങിനുള്ള ലിക്വേഷൻ, ഡിസ്റ്റിലേഷൻ, ഇലക്ട്രോലൈറ്റിക് റിഫൈനിങ്, അത് 3നും എക്സാമ്പിൾസ് അറിയണം. എന്തുകൊണ്ടാണ് അല്ലെങ്കിൽ എന്തിൻ്റെ ബേസിലാണ് നമ്മൾ ആ മെത്തേഡ് ചൂസ് ചെയ്തതെന്ന് അറിയണം. ദെൻ സ്പെഷ്യൽ ആയിട്ടുള്ള അയേണിൻ്റെ എക്സ്ട്രാക്ഷൻ, അതിൽ തന്നെ ബ്ലാസ്റ്റ് ഫർണസിൽ നടക്കുന്ന എക്സ്ട്രാക്ഷൻ, കാൽഷ്യം കാർബണേറ്റ്, കോക്ക്, എന്തിനൊക്കെയാണ് ഇത് യൂസ് ചെയ്യുന്നത്, അവിടെ നടക്കുന്ന റിയാക്ഷൻസ് മസ്റ്റാണ്. 100-200% ഉറപ്പുള്ള ക്വസ്റ്റ്യൻസ് ആണ് അതൊക്കെ. ദെൻ സിങ്ക്, ഈ ലാസ്റ്റ് വന്ന ടോപ്പിക്കിൽ പുതുതായി ആഡ് ചെയ്തപ്പെട്ടതാണ്. പക്ഷെ സിങ്ക് കഴിഞ്ഞ എക്സാമുകളിൽ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ചോദ്യമായിട്ട് മാറിയിട്ടുണ്ട്. കാരണം സിങ്കിനെ സംബന്ധിച്ച് അവിടെ കോൺസെൻട്രേഷൻ പറയാൻ പറ്റും, അതേപോലെ ഈ പറഞ്ഞ ഓക്സൈഡ് ആക്കുന്നത് ഏതാണ്, റെഡ്യൂസിങ് മെത്തേഡ് ഏതാണ്, റിഫൈനിങ് മെത്തേഡ് ഏതാണ്, എല്ലാം നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന ഒരു മെറ്റലാണ് സിങ്ക്. സിങ്ക് സ്പെഷ്യൽ ആയിട്ട് നോട്ട് ചെയ്യണം. ദെൻ കോപ്പർ ഉണ്ടായിരുന്നു, അലുമിനിയത്തിൻ്റെ എക്സ്ട്രാക്ഷൻ, എസ്പെഷ്യലി അതിൻ്റെ ഇലക്ട്രോലൈറ്റിക് പിന്നെ എക്സ്ട്രാക്ഷൻ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ആനോഡും കാഥോഡും അവിടെ നടക്കുന്ന റിയാക്ഷനൊക്കെ അറിയേണ്ടതുണ്ട്. ദെൻ എന്തായിരുന്നു അലോയ്സ് വെച്ചുള്ള ചോദ്യങ്ങൾ 100% ഉറപ്പെന്ന് പറയാൻ പറ്റില്ല, പക്ഷേ ചോദിക്കാൻ സാധ്യതയുണ്ട്, പഠിച്ചു പോകേണ്ട സംഗതിയാണ്. കൊറോഷനും അവസാനം അതിൽ ആഡ് ചെയ്യപ്പെട്ട ഒരു ടോപ്പിക്കാണ്. ദെൻ ലാസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള സം കോമ്പൗണ്ട്സ് ഓഫ് ഇൻഡസ്ട്രിയൽ ഇമ്പോർട്ടൻസ്, അവിടെ നമുക്ക് അമോണിയ, എങ്ങനെയാണ് അമോണിയയുടെ ലബോറട്ടറി പ്രിപ്പറേഷൻ, അതിൻ്റെ പ്രോപ്പർട്ടീസ്, ഹേബർ പ്രോസസ്സ്, N2+3H2 gives 2NH3 മസ്റ്റായിട്ട് അറിയണം. കെമിക്കൽ ഇക്വിലിബ്രിയം എന്തായാലും 100% ഉറപ്പുള്ളൊരു ക്വസ്റ്റ്യൻ ആണ്. അതിലെ ക്യാരക്ടേഴ്സ് അറിയണം, ലാഷാറ്റ്ലിയർ പ്രിൻസിപ്പിൾ അറിയേണ്ടതുണ്ട്, ചിലപ്പോൾ അത് നേരെ സ്റ്റേറ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കാം. അതേപോലെ തന്നെ 200% ഉറപ്പാണ് ഈ പറഞ്ഞ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് ഇക്വിലിബ്രിയം. കോൺസെൻട്രേഷൻ ചേഞ്ച് ചെയ്യുമ്പോൾ പ്രഷർ, ടെമ്പറേച്ചർ, കാറ്റലിസ്റ്റ്, ഇതൊക്കെ ചേഞ്ച് ചെയ്യുമ്പോൾ എങ്ങനെയാണ് അവിടെ ഫോർവേഡ് റിയാക്ഷൻ ആണോ ബാക്ക്വേർഡ് റിയാക്ഷൻ ആണോ, പ്രോഡക്റ്റ് കൂടുതൽ ഉണ്ടാവൂലേ, ഈ കാര്യങ്ങൾ കറക്റ്റ് ആയിട്ടാണ്. മിക്കവാറും N2+3H2 gives 2NH3, അല്ലെങ്കിൽ SO2+2O2 gives 2SO3, ആ ഇക്വേഷൻ ഉണ്ടല്ലോ, ഇതൊക്കെ വെച്ചിട്ട് തന്നെ ആയിരിക്കും ചോദിക്കുക. പുതിയ ഇക്വേഷൻ ഒന്നും വരൂലടാ. പക്ഷേ അത് ഈ പറഞ്ഞ കോൺസെൻട്രേഷൻ അല്ലെങ്കിൽ പ്രഷർ ഡിക്രീസ് ചെയ്താൽ അല്ലെങ്കിൽ ടെമ്പറേച്ചർ ഇൻക്രീസ് ചെയ്താൽ അവിടെ എന്ത് സംഭവിക്കുന്ന കാര്യം മസ്റ്റായിട്ട് പഠിക്കണം. 100% ഉറപ്പുള്ള ക്വസ്റ്റ്യൻ ആണ്. സൾഫ്യൂരിക് ആസിഡിലെ ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷൻ ഒരു ഐഡിയ ഉണ്ടാവണം. അതിൻ്റെ പ്രോപ്പർട്ടീസുകൾ, എസ്പെഷ്യലി അതിൻ്റെ ഡീഹൈഡ്രേഷൻ, ഡ്രൈയിങ് പ്രോപ്പർട്ടീസ് ഒക്കെ എന്ത് ചെയ്യണം, മസ്റ്റായിട്ട് നോക്കണം. അതിൻ്റെ എക്സാമ്പിളുകളും ഒന്ന് നോക്കി വെക്കണം. അതിന് ചില റിയാക്ഷൻസ് അല്ലേ, അതിലെ കാർബണുമായിട്ടും കോപ്പറുമായിട്ടൊക്കെ സൾഫ്യൂരിക് ആസിഡ് റിയാക്ട് ചെയ്താൽ എന്ത് സംഭവിക്കും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കി വെക്കണം. കഴിഞ്ഞ എക്സാമ്പിളിലൊക്കെ അത് ഇടയ്ക്കൊക്കെ എന്ത് ചെയ്തിട്ടുണ്ട്, ചോദിച്ചു വന്നിട്ടുണ്ട്. ദെൻ ഇപ്രാവശ്യം പുതിയ ടെക്സ്റ്റ് ബുക്കിൽ പുതുതായി ആഡ് ചെയ്തൊരു സംഗതിയാണ് ആസിഡ് ആൻഡ് ബേസ് എന്ന് പറയുന്ന ടോപ്പിക്ക്. അതിലെ ബേസിസിറ്റി അല്ലേ, എത്ര H+ അയോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, അതായിരുന്നു ബേസിസിറ്റി. അറേനിയസ് തിയറി അറിയണം. സ്ട്രോങ് ആസിഡും വീക്ക് ആസിഡും അല്ലെങ്കിൽ സ്ട്രോങ് ബേസും വീക്ക് ബേസും മസ്റ്റായിട്ട് അറിയണം. അപ്പോൾ അത് തമ്മിൽ റിയാക്ട് ചെയ്താൽ ഉണ്ടാകുന്ന സോൾട്ടിന് അസിഡിക് സാൾട്ട് ആണോ ബേസിക് ആണോ ന്യൂട്രൽ ആണോ അത് നമുക്ക് പറയാൻ പറ്റേണ്ടതുണ്ട്. ദെൻ ക്ലോർ ആൽക്കലി പ്രോസസ്, സോഡിയം ഹൈഡ്രോക്സൈഡ്, ഇത് പുതിയൊരു ടോപ്പിക് ഒന്നുമല്ല, നേരത്തെ ഓൾറെഡി നമ്മൾ പഠിച്ചു വെച്ച അക്വസ് സൊല്യൂഷൻ ഓഫ് സോഡിയം ക്ലോറൈഡിൻ്റെ ഇലക്ട്രോലൈസിസ്, അത് തന്നെയാണ് ഈ പറഞ്ഞ ക്ലോർ ആൽക്കലി പ്രോസസ്. ആ പ്രോസസ്സ് എങ്ങനെയാണ് അവിടെ NaOH ഉണ്ടായത് അതറിയേണ്ടതുണ്ട്. ഹൈഡ്രോക്ലോറിക് ആസിഡിനെ പറ്റിയും സാൾട്ടുകളെ കുറിച്ചും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അത് അസിഡിക് ആണോ ബേസിക് ആണോ, സാൾട്ട് ഹൈഡ്രോലൈസിസും ഒരു ചെറിയ ഐഡിയ ആണ്. ആ ടോപ്പിക്കിൻ്റെ അവസാനത്തിൽ ഫെർട്ടിലൈസർ എന്ന് പറയുന്ന ഭാഗം വരുന്നുണ്ട്.
പ്രൈമറി ഫെർട്ടിലൈസർ നൈട്രജൻ, ഫോസ്ഫറസ്, പൊട്ടാഷ്യം, അതേപോലെ സെക്കൻഡറി ഫെർട്ടിലൈസർ, ഇതിനെക്കുറിച്ചും ഒരു ഐഡിയ ഉണ്ടാവണം. ഞാൻ പറഞ്ഞത് ടോപ്പിക്കുകൾ വളരെ കൂടുതലാണ്. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഓരോ ടോപ്പിക്കിലെയും കടന്നു പോകുമ്പോൾ നിങ്ങൾ ഇതിൽ നിന്ന് ഒരു ചോദ്യം, ഒരു MCQ വന്നാൽ, ഒരു അസേഷൻ റീസൺ വന്നാൽ, ഒരു 2 മാർക്ക് വന്നാൽ, അല്ലെങ്കിൽ ഒരു 4 മാർക്ക് വന്നാൽ എന്തൊക്കെയായിരിക്കും ചോദിക്കാൻ സാധ്യതയുള്ളത് എന്ന് നിങ്ങൾ തന്നെ നോക്കുക. SCERT തന്നെ പുറത്തിറക്കിയിട്ടുള്ള ഒരു 3 സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ട്. നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും. നമ്മളെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കിയപ്പോൾ അതിൽ നിന്നുള്ള അല്ലെങ്കിൽ അതുപോലെയുള്ള ക്വസ്റ്റ്യൻസുകളാണ് ഒരു 90% അവർ മോഡൽ എക്സാമിന് ചോദിച്ചിട്ടുള്ളത്. അത് നമ്മൾ SCERTയുടെ സൈറ്റിൽ പോയാൽ തന്നെ കിട്ടും. നമുക്ക് വേണമെങ്കിൽ അതിൻ്റെ ലിങ്ക് എന്ത് ചെയ്യാം, നമ്മുടെ ഈ ഒരു വീഡിയോയ്ക്ക് താഴെ ഞാൻ കമൻ്റ് ആയിട്ട് മാർക്ക് ചെയ്യാം. അതേപോലെ തന്നെ എക്സാൻവൈ ലേണിംഗ് തന്നെ പുറത്തിറക്കിയിട്ടുള്ള ചാപ്റ്റർ വൈസ് ആയിട്ടുള്ള ഇതേ ക്വസ്റ്റ്യൻസുകൾ എന്ത് ചെയ്തിട്ടുണ്ട്, ഇതേ ക്വസ്റ്റ്യൻ നമ്മൾ ചാപ്റ്റർ വൈസ് ആക്കിയിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ടായിരുന്നു. വേണമെങ്കിൽ അതിൻ്റെ ഒരു PDF എന്ത് ചെയ്യാം, നമുക്ക് ആഡ് ചെയ്യാം. ഈ രൂപത്തിൽ എന്ത് ചെയ്യാം, നല്ല രൂപത്തിൽ നമുക്ക് എക്സാമിന് ഓരോ ടോപ്പിക്കുകളും നമ്മൾ പഠിച്ചു. ഇനി കുറേ പുതിയ ടോപ്പിക്കുകൾ പഠിച്ചുണ്ടാക്കലല്ല, പഠിച്ച കാര്യങ്ങളെ ഒന്നുകൂടി സെറ്റാണെന്ന് ഉറപ്പുവരുത്തേണ്ട ഒരു സമയമാണിപ്പോൾ. അതിന് നിങ്ങൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഉപകാരപ്പെട്ടെങ്കിൽ നമ്മുടെ ഫ്രണ്ട്സിന് എന്ത് ചെയ്യുക, ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കും എന്ത് ചെയ്യട്ടെ, നമ്മളൊപ്പം A+ നേടാനുള്ള ഒരു ചാൻസ് നമ്മൾ കാരണം ഉണ്ടാവട്ടെ. തീർച്ചയായിട്ടും എക്സാമിന് എല്ലാ ബെസ്റ്റ് വിഷസും നേർന്നുകൊണ്ട് കെമിസ്ട്രി എന്നുള്ള സബ്ജക്റ്റിനെ ഏറ്റവും ഇൻട്രസ്റ്റ് ആയിട്ട്, ഏറ്റവും നല്ല സബ്ജക്റ്റായിട്ട് പഠിച്ചുകൊണ്ട് നമുക്ക് ഫ്യൂച്ചറിൽ എന്ത് ചെയ്യണം, ഈ സയൻസ് ഏരിയകളിൽ പ്രത്യേകിച്ച് കോമ്പറ്റീഷൻ എക്സാമുകളിലൊക്കെ എന്ത് ചെയ്യണം, കൂടുതലായിട്ട് തിളങ്ങി നിൽക്കാൻ ഇത്തരത്തിലുള്ള പഠനം ഹെൽപ്പ് ചെയ്യും. അത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 10ാം ക്ലാസ്സിലെ എക്സാമുകൾക്ക് എന്ത് ചെയ്യാം, ഏറ്റവും ഭംഗിയായിട്ട് നമ്മൾ എക്സാമുകൾ കോൺഫിഡൻറ്റോട് കൂടിയിട്ട് എഴുതുക. ആ രൂപത്തിൽ മുന്നോട്ട് പോകാം. തീർച്ചയായിട്ടും നമ്മുടെ ചാനലിലൂടെ വീണ്ടും നമ്മൾ കാണുമെന്നുള്ള പ്രതീക്ഷയോട് കൂടിയിട്ട് ഓൾ ദ ബെസ്റ്റ് വിഷസ് ഫോർ യുവർ എക്സാം. ബൈ.